ഇടതുപക്ഷ പ്രവർത്തകർ ചെയ്യില്ല. അങ്ങനെ ഇടതുപക്ഷക്കാർക്കറിയാം ഒരു പ്രശ്നത്തിന് രാഷ്ട്രീയമായി ആശയപരമായിട്ട് കൈകാര്യം ചെയ്യാനും പറയേണ്ടത് പറയുന്നത് അവർക്കറിയാം. അതാണ് ഇടതുപക്ഷക്കാർക്ക് നല്ല ബോധ്യമുള്ള കാര്യം. അതുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ബന്ധുക്കളും അങ്ങനെ ചെയ്യില്ല. ഇത് LDF അപകടപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. ആരോ റിയത്ത് വെച്ചത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ലല്ലോ. അതൊക്കെ അറിയാം ലെഫ്റ്റിന്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്ക് ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരു വിമർശനം ഉണ്ടെങ്കിൽ ആ വിമർശനം രാഷ്ട്രീയമായിട്ട് പറയാനറിയാം, ആശയം പറയാനറിയാം. അത് അങ്ങനെ ആയിരിക്കെ LDF അപകടപ്പെടുത്താൻ വേണ്ടി LDF രാഷ്ട്രീയം അറിയാൻ വയ്യാത്ത ആരോ ചെയ്തതാണ്. അതിൻ്റെ പാവഭാരം LDF മേൽ കെട്ടിവയ്ക്കാൻ നോക്കണ്ട. എന്നാരാ ഈ പറയണത്? എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഊണ് കഴിക്കും മുമ്പും അത് കഴിച്ച് കഴിഞ്ഞിട്ടും വിമർശിക്കുന്നതാണ് ഇത് പറയുന്നത്. ഒരു കാര്യം പറയുമ്പോൾ എന്തെങ്കിലും ക്രെഡിബിലിറ്റി വേണ്ടേ? ചുമ്മാ പറയാൻ വേണ്ടി പറയല്ലേ. LDF ആർക്കും വിമർശിക്കാം. വിമർശനങ്ങൾ LDF കാത് പൊത്തിപ്പിടിച്ച് കാണില്ല, കേൾക്കില്ല. വിമർശനങ്ങൾക്ക് ഉത്തരം പറയാനുള്ള കേൾപ്പ് LDF LDF മേൽ അതിന് നിരക്കാത്തൊരു വിമർശനം മുന്നോട്ട് കയറി നോക്കേണ്ട കാര്യമില്ല. സതീശൻ്റെ വിഷയം എനിക്കറിയാം, എന്താണെന്നറിയില്ല. അദ്ദേഹം എന്തും ചെയ്യുന്ന കാര്യം എന്താ? ഇത് എവിടെയെല്ലാം പോയാലും 2 നേരം വീതം അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഈ കാര്യം വിമർശനം ചെയ്യുന്നുണ്ട്. അതല്ല ജനാധിപത്യം. കേരളം കാണുന്നില്ലേ? അതുകൊണ്ടൊന്നും അർത്ഥമില്ല. എന്നാലും പറഞ്ഞു അതേപ്പറ്റി LDF കൺവീനർ പറഞ്ഞു കഴിഞ്ഞു, മന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറം ഒന്നും തൽക്കാലം പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ, LDF കൺവീനർ പറഞ്ഞു കഴിഞ്ഞു, മന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു. തൽക്കാലം അതേപ്പറ്റി വേറൊന്നും പറയാനില്ല. ഈ കാര്യത്തിൽ വിവാദത്തിൻ്റെ കാര്യമില്ല. കാരണം പുതിയതായിട്ട് സംഭവിച്ചിട്ടൊന്നും ഒരു പുതിയ കാര്യമില്ല. ഇപ്പം ഈ ബാറുകളുടെ സമയം പണ്ടേ നീട്ടിയതാണ് പല സ്ഥലങ്ങളിൽ. അത് എല്ലായിടത്തും മാതൃകയാക്കി അതേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു അഭിപ്രായം CPIക്കുണ്ട്. അത് കള്ള് ഷാപ്പുകൾക്കും ബാറുകൾക്കും 2 ദുരുപയോഗമുണ്ട് ഇപ്പോൾ. അത് ആശാസ്യമല്ല, നല്ലതല്ല. കള്ള് ഷാപ്പുകൾക്കുള്ള ദുരുപയോഗി ഇപ്പം കൂടുതലും, ബാറുകളുടെ കുറവുകളാണ്. കള്ളാണ് താരതമ്യേന വീര്യം കുറഞ്ഞ മദ്യം എന്നാണ് എല്ലാവരും പറയുന്നത്. ആ കള്ള് വിൽക്കുന്ന കള്ള് ഷാപ്പുകൾക്ക് ദൂരപരിധി കൂടുതലും, വിദേശ മദ്യം വിൽക്കുന്ന ബാറുകൾക്ക് അത് കുറവാകുന്നത് ഒട്ടും അശക്തമല്ല. ഇവിടുത്തെ ഒരു വലിയ പാരമ്പര്യമുള്ള വ്യവസായമാണ് കള്ള് വ്യവസായം. ആ പരമ്പരാഗത മേഖലയെ ഇപ്പോഴും അത് ഒരുപാട് പേരുടെ ജീവിതമാർഗ്ഗമാണ്. ചിത്രത്തൊഴിലാളികൾ ആ പട്ടണത്തിനെയും ആ ജീവിതങ്ങളെയും മറന്നുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ന്യായമായും ഈ വിഷയം വരും. അതുകൊണ്ട് CPIയുടെ നിലപാട് ഈ ദൂരപരിധിയുടെ കാര്യത്തിൽ ബാറുകളെയും ഷാപ്പുകളെയും തമ്മിൽ അതിന് വേർതിരിക്കേണ്ട കാര്യമില്ല. ഷാപ്പുകൾക്ക് മാതൃകക്കണം. അല്ല, അവരെ പരിഗണിക്കും, അവരൊക്കെ പരിഗണിക്കും. ഇടതുപക്ഷ ഗവൺമെൻറ് തീർച്ചയായിട്ടും പരിഗണിക്കും. എല്ലാവരും പരിഗണിക്കും. അല്ല, പുതിയ കാര്യമല്ലല്ലോ അത്. പുതിയ കാര്യമല്ല. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ നേരത്തെ തന്നെയുണ്ട്. ബാർ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിലെ ബാറുകൾക്കും അത് കിട്ടിയത് മാത്രമേ ഉള്ളൂ. അല്ല, വ്യാപകമായിട്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രതിപക്ഷത്തോട് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തെന്നാണ് MP രാജേഷ് പറയുന്നത്. പക്ഷേ പ്രതിപക്ഷം ഇത് അറിഞ്ഞിട്ട് പോലുമില്ലെന്നാണ് VD സതീശൻ പത്രസമ്മേളനത്തിൽ പറയുന്നത്. ഞാൻ പറയട്ടെ, CPI ഇതിനോട് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാം.
ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം നിന്നവർ ആരും ആകട്ടെ, CPM-കാരോ CPI-ക്കാരോ, അവരിങ്ങനെ രാഖ്യരാമാനം കക്ഷി മാറി BJP-യിലേക്കും കോൺഗ്രസിലേക്കും പോകുമ്പം അവരെല്ലാവരെയും ജനം വിലയിരുത്തും. ഇത്രയേ ഉള്ളൂ ഇവരൊക്കെ. എന്തെങ്കിലും പദവികൾ സ്ഥാനമാനങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ആരെങ്കിലും ചൂണ്ടയിട്ടാൽ ആ ചൂണ്ടകൾ കൊത്തുന്ന നിസ്സാരന്മാരാണെന്ന് തെളിയിക്കുകയാണ് അവർ. അതുകൊണ്ട് അവരെ പറ്റൊന്നും പറയാനില്ല. എനിക്കറിയില്ല. ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. ജനം കാണുകയല്ല. ഇന്നലെ വരെ ഇടതുപക്ഷം ഇവരാരും ആകട്ടെ, CPI ആകാം, CPM ആകാം, ഏതുമാകാം, ഇന്നലെ വരെ ഇടതുപക്ഷം, നേരം വെളുക്കുമ്പോഴത്തേക്കും വലതുപക്ഷം, കോൺഗ്രസ്, BJP, ജനങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. ഇല്ല, അവർക്ക് അത്രേ ഉള്ളൂ. ആരെങ്കിലും കണ്ണ് കാണിച്ചാലോ കൈ കാട്ടി വിളിച്ചാലോ പാർട്ടി മാറുന്ന, ആശയം മാറുന്ന ആൾക്കാരെ പറ്റി ജനം വിലയിരുത്തും. അവരോടൊപ്പം ആയാലും ശരി, ജനങ്ങൾ അവരെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും. അവർക്ക് അത്രേ ഉള്ളൂ. പോയവരല്ല, അത്രേ ഉള്ളൂ. അല്ലല്ല, സച്ചിദാനന്ദ മാഷയും സാറ് ടീച്ചറെയൊക്കെ ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ബന്ധുക്കളായിട്ടാണ്. ഇന്നലെ ബന്ധുക്കളായിരുന്നു, ഇന്ന് ബന്ധുക്കളാണ്, നാളെയും ബന്ധുക്കളായിരിക്കും. ഇല്ലല്ലോ, വിമർശനങ്ങളോട് ഞങ്ങൾ കാത് പൊത്തിപ്പിടിക്കില്ല. ഇടതുപക്ഷം ഏത് വിമർശനത്തെയും സ്വാഗതം ചെയ്യും. പക്ഷേ അത് വൈരാഗ്യപൂർവ്വം ശത്രുവിൻ്റെ കൈ കളിക്കാൻ വേണ്ടി ആകരുത്. അതേ ഉള്ളൂ. അല്ല, മെച്ചപ്പെടാൻ വേണ്ടി, തിരുത്തുവാൻ വേണ്ടിയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി സാറ് ടീച്ചറോ സച്ചി മാഷോ നടത്തുന്ന വിമർശനങ്ങൾ അങ്ങനെ കാണാൻ ഞങ്ങൾക്ക് കഴിയും. ശരി, അപ്പോൾ